നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ചേച്ചി ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? എന്റെ ഫോൺ എവിടെ വെച്ച് കാണാതായി പോയി ഗോപിക. ഞാൻ വിളിച്ചപ്പോ റിങ് പോകുന്നുണ്ടായിരുന്നു. വന്നോ? ഒരു കാര്യത്തിന് പറഞ്ഞേച്ചാ അത് ചെയ്തിട്ട് വരാതെ അവിടെ എവിടെയും കറങ്ങി നടക്കുന്ന സ്വഭാവം നിർത്തിയില്ല അല്ലേ? ഞാൻ എവിടെയും കറങ്ങി നടന്നിട്ടില്ലമ്മേ. പോകുന്ന വഴിക്ക് ഒരു മാഡം വിളിച്ച് അത്യാവശ്യമായി വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുത്തിട്ട് റേഷൻ കടയിലേക്ക് പോയത്. അവിടെയാണെങ്കിൽ നല്ല തിരക്കും. നിർത്ത്. എല്ലാറ്റിനും ഉണ്ടാവും ഓരോ ഒഴിവുകള്. ഞാനാണെങ്കിൽ നീ പഞ്ചസാരയും കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുവോ? ഇങ്ങത്തോ. സാരമില്ല ചേച്ചി, വിഷമിക്കണ്ട. അമ്മയുടെ സ്വഭാവം അറിയാത്തതൊന്നും അല്ലല്ലോ. ഫോണിന്റെ കാര്യം ഇപ്പൊ അമ്മയോട് പറയില്ലേ ഗോപികെ. ഫോൺ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടാവും. ഞാനത് എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം. ആതിരേ, എന്താടി ഇത്? പഞ്ചസാര. നോക്കടി, നോക്കാൻ. അയ്യോ അമ്മേ, ഇതാണോ പഞ്ചസാര? ഇതാണോ പഞ്ചസാര? റേഷൻ കടയിൽ നിന്ന് പഞ്ചസാര വാങ്ങാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? അതെ അമ്മേ, പഞ്ചസാര തന്നെയാ ഞാൻ വാങ്ങിയത്. പിന്നെ നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പഞ്ചസാര സഞ്ചിയിലിരുന്ന് സ്വയം ധ്യാനിച്ച് ഗോതമ്പായോ? പറയടി, ആർക്കാ നീ പഞ്ചസാര ദാനം ചെയ്ത് പകരം ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്നത്? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അമ്മേ. ചേച്ചി, ഇനി സഞ്ചി മാറിപ്പോകുകയോ മറ്റോ ചെയ്തോ? മാറിപ്പോവാനോ? ഞാൻ ഇവിടുന്ന് എടുത്തു കൊടുത്ത സഞ്ചി ഏത്? അയ്യോ ശരിയാ ഗോപികെ, അവിടെ റേഷൻ കടയില് പ്രായം ചെന്നൊരു സാറുണ്ടായിരുന്നു. ഇതേപോലുള്ളൊരു സഞ്ചിയായിരുന്നു സാറിന്റെ കയ്യിലും. അവിടുന്ന് മാറിപ്പോയതാവും. പൊടി ചെല്ല്. അയാൾ എവിടാന്ന് വെച്ചാ പോയി കണ്ടുപിടിച്ച് ഇതും കൊടുത്തിട്ട് ആ പഞ്ചസാര തിരിച്ചോണ്ട് വാ. ചെല്ലങ്ങോട്ട്. നാശം. മറ്റുള്ളവരുടെ കാര്യത്തെ അനാവശ്യമായിട്ട് ഇടപെടുന്നത് എന്ന് നീ നിർത്തുന്നോ അന്നേ നീ ഗുണം പിടിക്കൂ. അതെ, ഈ ആളിലൊക്കെ ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ? അതിന് ഞാൻ സാധനം വാങ്ങാൻ വന്നതൊന്നുമല്ല. ഞാൻ നേരത്തെ ഗോതമ്പ് വാങ്ങിച്ചോണ്ട് പോയാ എന്റെ കൂടെ ഒരു കുട്ടി പഞ്ചസാരയും വാങ്ങി. ഇവിടുന്ന് ഞങ്ങളുടെ സഞ്ചികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാ മനസ്സിലായത് ആ പെൺകുട്ടി എവിടെയാണെന്നോ ആരാണെന്നോ അങ്ങനെ. ഏയ്, എനിക്കറിയില്ല. നിങ്ങള് ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം ഒന്ന് ഇരിക്കും. സഞ്ചി മാറിപ്പോയെന്ന് അറിയുമ്പോ ആ കുട്ടി വരുമായിരിക്കും. ഇരിക്കട്ടെ. ശരി, അവിടെ കൊടുക്ക്. സഞ്ചി ബില്ലിങ് എടുത്ത്. വന്നല്ലേ? നമ്മുടെ സഞ്ചികൾ തമ്മിൽ പരസ്പരം ഒന്ന് മാറിപ്പോയി. അതേ മോളെ, ഞാനും വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാ മനസ്സിലായത്. ഇവിടെ വന്ന് കടക്കാരനോട് ചോദിച്ചപ്പോ അയാൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോറി സർ. സാറ് കുറെ നേരമായോ കാത്തു വെക്കാൻ തുടങ്ങി? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആരാ ഈ ഗോപിക? എന്റെ അനിയത്തി ചേട്ടാ. എന്താ കാര്യം? ആ കുട്ടി വിളിച്ചതുകൊണ്ട് എനിക്കിത് കിട്ടി. അവിടെ അരിച്ചാക്കിനകത്ത് കിടന്നതാ. അയ്യോ, സമാധാനായി. ഫോണും കിട്ടി, പഞ്ചസാരയും കിട്ടി. സർ, എന്നാ ഞാൻ പോട്ടെ സർ. അമ്മ പഞ്ചസാരക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ശരി.
അയ്യോ, ഇപ്പോഴാ ഓർത്തത്, പേര് വയ്ക്കാനും മറന്നുപോയി. ഗോപികേ, ദേ ഇത് കണ്ടോ? നെറ്റിൽ ഇപ്പൊ ഭയങ്കര വൈറലായ വീഡിയോ. എന്ത് വൈറലായാലും നമുക്കെന്താ ഗോകുലേട്ടാ? അയ്യോ, ഇത് അങ്ങനല്ല. അമ്മയുടെ തല്ലും ചവിട്ടും ഒക്കെ വാങ്ങി പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങാറുള്ള നമ്മുടെ ആതിര ചേച്ചിയാ. ആതിര ചേച്ചിയോ? ആ, അയ്യോ ശരിയാ, ആതിര ചേച്ചിയാണല്ലോ. അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ. എന്താടാ? ഒരു മിനിറ്റ് കിട്ടിയ ഫോണിനുള്ളിൽ മുഖം പൊഴിച്ച് നിന്നോളും. അതല്ല അമ്മേ, ഇത് ആതിരയല്ലേ? അതെ അമ്മേ. അമ്മ ചട്ടുവച്ച് പൊള്ളിച്ചും തള്ളിയിട്ട് നെറ്റി പൊട്ടിച്ചും പച്ചമുളക് തീറ്റിച്ചും ഒക്കെ ശിക്ഷിക്കാറുള്ള ചേച്ചിയുടെ പ്രകടനം കണ്ടില്ലേ? ഇനിയെങ്കിലും ആ ദേഹത്ത് കൈവയ്ക്കുമ്പോ ചെറുതായൊന്ന് സൂക്ഷിച്ചോ. ഇവളിങ്ങനെ ഗുണ്ടകളെ പോലെ നടുറോടി വെച്ച് തല്ലുണ്ടാക്കുക. എന്ത് നാണക്കേടാ ഇതൊക്കെ. കണ്ടില്ല ഓരോ ഇടിയുടെയും വെയിറ്റ്. അമ്മേ, ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ഗുണ്ടകളെയാ ചേച്ചി ഇടിച്ച് നിലം പരിശാക്കുന്നത്. അമ്മയൊന്ന് സൂക്ഷിച്ചോ. ദേ ചേച്ചി വരുന്നമ്മേ. ആ, ഇതെന്താണാവോ ഇവരിങ്ങനെ നോക്കുന്നേ? എന്തോ കണ്ട് ഭയന്ന പോലെ. അമ്മ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? എന്താ നിന്റെ വിചാരം? പ്രശ്നം തീർന്നല്ലോ അമ്മേ. ദേ പഞ്ചസാര കിട്ടി, ആ സാറ് കൊണ്ടുവന്ന് തന്നു. അതല്ല ചോദിച്ചത്. ഇതെന്താ? ഓ ഇതോ? അത് അച്ഛന്റെ നേർക്ക് കൈ ഉയർത്തി ഒരാള് വന്നു. അയാളെ ഞാൻ ഇടിച്ച് ശരിയാക്കി. ഇതാരാണെന്ന് അറിയോ നിനക്ക്? ആരായാലെന്താ? എന്റെ അച്ഛന്റെ നേർക്ക് കൈ ഓങ്ങിയ ഞാനൊന്നും നോക്കില്ല. അതാരായാലും ശരി, അടിച്ച് നിലം ഭരിച്ചാക്കും. അവരെയൊക്കെ പിണക്കിട്ട് നമ്മുടെ കട നടത്താൻ പറ്റുമോ? കടന്നൽക്കൂട്ടിലാ നീ കൈവച്ചത്. കൈയല്ല, തീക്കൊള്ളിയാ ഞാൻ വെച്ചത്. ഇനി ആ കടന്നല് ആ കൊമ്പ് ഒരിക്കലും നീട്ടില്ല. ആ അമ്മേ, പഞ്ചസാര ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാം. അമ്മയൊന്ന് സമാധാനായി ഒരു സ്ട്രോങ് ചായ ഉണ്ടാക്കി കുടിച്ചോളൂ. അമ്മയ്ക്ക് ചായ വേണ്ടേ? ഈ തലവേദനയ്ക്ക് ചായ പോരാ.